മോഹൻലാൽ, ജയറാം, ദിലീപ് എന്നീ മൂന്ന് നടന്മാരെ ഒരുമിച്ച് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് അത്യപൂർവം മാത്രം ലഭിക്കാൻ പോകുന്ന ഒരു ഭാഗ്യമാണ്. അങ്ങനെ ഒരു ചിത്രത്തിന്റെ തിരശ്ശീലയിൽ അതിന് പിന്നിൽ റാഫി മക്കാത്തൽ എന്ന് പറയുന്ന തിരക്കഥാകൃത്തുകളും സംവിധായകരും ഒപ്പം ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന നിർമ്മാതാവും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ചൈന ടൗൺ എന്ന് പറയുന്ന സിനിമ എത്രത്തോളം ഒരു ഉത്സവമായിരിക്കുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചൈന ടൗണിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഇവർ ഹൈദരാബാദ് രാമോജി റാവു യൂണിവേഴ്സിറ്റിയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നേക്കഡ് മാൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു അതിഥി വേഷം ചെയ്യാനായി ഒരു 3-4 ദിവസം ഞാനും രാമോജി റാവു യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും അസൂയോടുകൂടി ചൈന ടൗണിന്റെ ലൊക്കേഷൻ നോക്കിക്കണ്ട് നിന്നിരുന്നു. കാരണം ഒരു വലിയ ഫെസ്റ്റിവൽ ആയിരുന്നു അവിടെ. ആയിരക്കണക്കിന് ആൾക്കാരും ചിരിയും ബഹളവും കളിയും. ആ ഒരു അന്തരീക്ഷം അതിന്റെ പകുതിയെങ്കിലും സ്ക്രീനിൽ ചൈന ടൗണിലുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും ചൈന ടൗൺ ഇന്ന് വരെ കണ്ടതിനേക്കാൾ ഒരു വലിയ മാഗ്നിറ്റ്യൂഡിനും സ്പീഡിലുമുള്ള ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും. ചൈന ടൗൺ എന്ന് പറയുന്ന സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എന്റെ എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ട് ഇനി ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എന്നെ സന്തോഷം അറിയിച്ചുകൊണ്ട് എന്റെ വാർത്തകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലയാള സിനിമയുടെ യുവത്വത്തിന്റെ പ്രതീകം എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രതീക്ഷമായിട്ടാണെങ്കിലും ഇവിടെ വന്ന് ഇത്രയും മാർക്കറ്റിങ്ങളോടൊപ്പം ഈ പേര് പങ്കിടാൻ സാധിച്ചത് സന്തോഷമുണ്ട്. ലാലേട്ടനാണെങ്കിലും ജയരാമേട്ടനാണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും 3 പേരും ആശുപത്രി പറഞ്ഞ ഒരുപാട് നല്ല എന്റർടൈൻമെന്റ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ 3 പേരും കൂടി ഒരുമിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിനിമ ചൈന ടൗൺ എന്ന ഈ സിനിമ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഇതിന്റെ ഓഡിയോ റിലീസിന് പുറകിലുള്ള മാതൃഭൂമി മ്യൂസിക്കിനും ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും നന്ദി. ഇനി അഭിസംബോധന ചെയ്യുമ്പോൾ മറ്റൊരു വാക്കുകൂടി ഈ നായികക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരും. കേരളത്തിന്റെ സ്പോർട്സിന്റെ ബ്രാൻഡ് അംബാസഡർ കാവ്യ മാധവൻ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹിക്കുന്നവർ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് ചൈന ടൗണിന്റെ ഭാഗമാകാൻ സാധിച്ചത്. ചൈന ടൗണിനെ കുറിച്ചിട്ട് നമ്മളൊരു പാട്ടിന്റെ കുറച്ച് ഭാഗം കേട്ട് കഴിഞ്ഞു. വളരെ മനോഹരമായ പാട്ടുകളാണ് ഇതിലുള്ളതെല്ലാം. കുറെ കാലത്തിന് ശേഷം വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടുകൾ പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിനേക്കാളൊക്കെ സന്തോഷമുള്ള കാര്യം ലാലേട്ടന്റെ കൂടെ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ ലാലേട്ടൻ തന്നെ ഹീറോയിനായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണിത്. അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ജയറാമേട്ടൻ എല്ലാവർക്കും അറിയാം, ഞാൻ